ലോകത്തിലെ ഏറ്റവും വലിയ 56 ഇഞ്ച് കനമുള്ള പാർട്ടിയെന്ന് സംഘിക്കൂട്ടങ്ങൾ പറഞ്ഞു പാടി നടക്കുന്ന നിങ്ങൾ എന്തിനാണ് കേവലം ഒരു പാറ്റയെ ഇത്രയും ഭയക്കുന്നത്? ഒരു സിനിമ ഇറക്കിയാൽ അതിനെ പേടി, ചരിത്രം പറയുന്നവരെ പേടി, ചോദ്യം ചോദിക്കുന്നവരെ പേടി, EVM കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞാൽ അതിനെ പേടി, ഇപ്പോൾ ദാ അവസാനം ഒരു ചെറിയ പാറ്റയെ പേടി. ഇനി ആരെങ്കിലും ചോദ്യം ചോദിച്ചാലോ അവർ സുഡാപ്പികൾ, ഇല്ലെങ്കിൽ തീവ്രവാദികൾ, അതുമല്ലെങ്കിൽ മുറിയന്മാർ, ഇതൊന്നുമല്ലെങ്കിൽ അവർ നേരെ പാകിസ്ഥാനിലോട്ട് പോകണം. 56 ഇഞ്ചിന്റെ വിശാല വിസ്തൃതിയിൽ വിരിഞ്ഞു നിൽക്കുന്ന നിങ്ങൾ എന്തിനാണ് യുവാക്കളുടെ ഒരു കൂട്ടായ്മയെ ഇത്രയധികം ഭയക്കുന്നത്? അവരെ ഇല്ലാതാക്കാൻ വേണ്ടി ഈ സംഘിക്കൂട്ടങ്ങൾ എന്തെല്ലാം നുണപ്രചരണങ്ങളാണ് നടത്തിയത്? അവരുടെ ഫോളോവേഴ്സിൽ 46% പാകിസ്ഥാനികളാണെന്നും പറഞ്ഞ് അവരെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ അവരുടെ ഫോളോവേഴ്സിൽ 94.5% ഇന്ത്യക്കാരാണെന്ന് ഔദ്യോഗികമായി റിപ്പോർട്ട് വന്നത് മുതൽ സംഘിക്കൂട്ടങ്ങൾ വാലിൽ തീ പിടിച്ച നായെ പോലെ നെട്ടോട്ടം ഓടുകയാണ്. നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് RSS BJP പ്രവർത്തിക്കുന്നതെന്ന് പൂർണ്ണമായി നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ്, ആരെയാണ് ഇത്രയും ഭയക്കേണ്ടത്? യുവജനങ്ങളുടെ ഒരു കൂട്ടായ്മയെ നിങ്ങൾ ഭയക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ രാജ്യത്തെ തകർക്കാനുള്ള ഗൂഢലക്ഷ്യങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട് എന്നതിൽ യാതൊരുവിധ സംശയവും വേണ്ട. നിങ്ങൾ എത്രയെല്ലാം അക്കൗണ്ടുകൾ പൂട്ടിയാലും ആ അക്കൗണ്ടുകൾ പൂട്ടുന്നതിലൂടെ നിങ്ങളുടെ കള്ളത്തരങ്ങൾ ജനങ്ങൾ മനസ്സിലാക്കി കൂടുതൽ ശക്തിയോടെ ഉയർത്തെഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. അതുകൊണ്ട് നിന്റെയൊക്കെ മനസ്സിലുള്ള തീവ്ര ചിന്താഗതികളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് മനുഷ്യന്മാർക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ നോക്ക്. ഇന്ത്യയൊക്കെ വർഗീയതയും വർഗീയ പരാമർശങ്ങളും കണ്ടും കേട്ടും എന്നും ജനങ്ങൾ ഇതുപോലെ ഇരിക്കുമെന്ന് നീയൊന്നും വിചാരിക്കണ്ട. ഇന്ത്യയൊക്കെ കൊള്ളരുതായ്മകൾ അവസാനിപ്പിക്കാൻ ജനങ്ങൾ ഒന്ന് തീരുമാനിച്ച് രംഗത്തിറങ്ങിയാൽ പിന്നെ നിനക്കൊന്നും താങ്ങാൻ പോലും കഴിയില്ല. ഒരു അക്കൗണ്ട് പൂട്ടിയെന്നും പറഞ്ഞ് ഈ പാറ്റകൾ മുഴുവനായും ചത്തുപോയി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. ക്ഷമ എന്ന് പറയുന്നത് ഒരു പരാജയമായി നിങ്ങളാരും ഒരിക്കലും കാണരുത്.